നമുക്ക് നമ്മുടെ യേശു കർത്താവിനെ ക്രൂശിലേറ്റിയ കാൽവറി ഒന്ന് കാണാം. എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്ത് എത്തി. ഒരുവനെ ഇടത്തും ഒരുവനെ വലത്തും യേശു കർത്താവിനെ നടുവിലുമായി അവർ ക്രൂശിച്ചു. യേശു കർത്താവിൻ്റെ ക്രൂശുമരണത്തെ ഓർമ്മിപ്പിക്കുന്ന ക്രൂശിത രൂപം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എപ്പോഴും അണയാതെ കത്തി നിൽക്കുന്ന തിരുനാളങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. കറുത്ത കുപ്പായമിട്ട് എപ്പോഴും പ്രാർത്ഥനയോടുകൂടെ അവിടെ ഇരിക്കുന്ന അച്ഛന്മാരെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ദൈവമന്ദിരത്തിലെ തിരശ്ശീല നടുവേ ചിന്തിപ്പോയതിൻ്റെ ഓർമ്മകൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ ക്രൂശീകരണത്തെ ഓർമ്മിപ്പിക്കുന്ന അനവധി കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വന്നിട്ട് കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് നമ്മൾ കർത്താവിനെ ഓർത്ത് ഒന്ന് നിൽക്കുമ്പോഴുണ്ടല്ലോ, കർത്താവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ ഓരോ വചനങ്ങളും നമ്മുടെ ഉള്ളിലൂടെ ഒരു തേങ്ങൽ പോലെ കടന്നു പോകും. ആ കുട്ടികൾ പ്രാർത്ഥിക്കുന്ന അതേ സ്ഥലത്ത് ആണ് കർത്താവിനെ ക്രൂശിച്ചത്. ഞാൻ അവിടെ പോയി മുട്ടുമടക്കി കുറച്ച് നേരം ഇരുന്നപ്പോൾ വാക്കുകൾ കിട്ടാതെ തേങ്ങി തേങ്ങി കരഞ്ഞുപോയി. എൻ്റെ ഉള്ളം ദൈവത്തെ ഒരുപാട് മഹത്വപ്പെടുത്തിയ ഒരു നിമിഷമായിരുന്നു അത്. കാൽവറി മലമേൽ നോക്കു നീ, കാൽവറി മലമേൽ നോക്കു നീ, കാൽകരം ചേർന്നിതാണിമേൽ തൂങ്ങുന്നു, കാൽകരം ചേർന്നിതാണിമേൽ തൂങ്ങുന്നു, ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ